എല്ലാ കൂട്ടുകാർക്കും വീണ്ടും മാരുതി ക്രിയേഷൻസിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു ഈസി സിമ്പിൾ ബോട്ടിലാട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിലാട്ട്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിലും കുട്ടികൾക്ക് പറ്റുന്ന ഒരു ടൈപ്പാണ്. അതിനേക്കാളും സിമ്പിളായിട്ടുള്ളൊരു ബോട്ടിലാട്ടാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ വീട്ടിൽ കുറേ ജാം ബോട്ടിലും അതുപോലെ അച്ചാർ ബോട്ടിലും വാട്ടർ ബോട്ടിൽസും ഒക്കെ ഉണ്ടായിരിക്കും. അതിനൊക്കെ നമ്മൾ മാർബിളിൽ പൊതിഞ്ഞെടുക്കാൻ പോവുകയാണ്, വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണുന്നതിന് മുമ്പ് നിങ്ങളിതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെച്ചേക്കും. ഓക്കെ, ഇനി നമുക്ക് തുടങ്ങാം. അപ്പോൾ എൻ്റെ കളേഴ്സൊക്കെ ഏകദേശം കാലിയാവാറായിട്ടുണ്ട്. വൈറ്റും ബ്ലാക്കൊക്കെ ഏകദേശം കാലിയായി, യെല്ലോ അതൊക്കെ. അപ്പോൾ ഇതൊക്കെ കാലിയാവുന്ന ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിലാട്ടാണെന്നും കൂടി പറയാം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാനായിട്ട് തുടങ്ങാം. ഗ്രീനാണ് ആദ്യം എടുക്കുന്നത്, ഗ്രീൻ കളറ്. നമുക്ക് ഇഷ്ടമുള്ള കളറ് ചെയ്യാം കേട്ടോ. ശരിക്കും മാർബിൾ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ബ്ലൂവും വൈറ്റ് ബ്ലാക്ക് ഇതൊക്കെയാണ്. നമ്മൾ സ്പോഞ്ച് യൂസ് ചെയ്തിട്ടാണ് കളർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ബോട്ടിലിന് ഗ്രീൻ കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ വൈറ്റ് ബ്ലാക്കൊക്കെ ഫിനിഷ് ആവാറായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡിസൈൻ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ബേസ് കളറായിട്ട് നമുക്ക് ഇതുപോലെ ഗ്രീൻ, ബ്ലൂ, പിങ്ക്, റെഡ് ഇതൊക്കെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടം വൈറ്റ് കളർ കൊടുത്തിട്ട് അതിൽ ബ്ലാക്ക് ഡിസൈനോ ബ്ലൂ ഡിസൈനോ കൊടുക്കുന്നതൊക്കെയാണ്. പക്ഷെ നമുക്ക് കുറച്ച് കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ എല്ലാ കളേഴ്സും യൂസ് ചെയ്യണമെന്ന് മാത്രം. രണ്ടാമത്തെ ബോട്ടിൽ ഇതുപോലെ ബ്രഷ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരുകയാണ് കേട്ടോ. അപ്പോൾ ബ്രഷ് ചെയ്യുമ്പോൾ കണ്ടോ, ആ സ്പോഞ്ച് കൊണ്ട് നമ്മൾ കളർ ചെയ്യുമ്പോഴത്തെ ആ ഒരു ഫിനിഷിങ്ങും ഭംഗിയൊന്നും കിട്ടുന്നില്ല. ആ ബ്രഷിൻ്റെ ഒരു ഇത് കണ്ടോ, പാട് വരുന്നത് കണ്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും ഞാൻ സ്പോഞ്ച് എടുത്തിട്ട് തന്നെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് ബോട്ടിലിന് റെഡ്, അതുപോലെ ഓരോരോ ബോട്ടിലിന് ഞാൻ ഓരോരോ കളേഴ്സായിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ മെയിൻ ആൾ വരാൻ പോകുന്നേ ഉള്ളൂ. വാട്ടർ ബോട്ടിലാണ് ശരിക്കും മാർബിൾ ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. അതിന് ഞാൻ ബ്ലൂ കളറ് അടിച്ചു കൊടുത്തിട്ടുണ്ട് ബ്രഷ് കൊണ്ട്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ കൂടെ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാ ബോട്ടിലിൻ്റെയും പെയിൻ്റൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാർബിൾ ഡിസൈൻ ചെയ്യാം. അതിനായിട്ടുള്ള ആയുധം എന്ന് പറയുന്നത് ഇതാണ്. വെറും കവർ, നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന കവറൊന്ന് ചുക്കി ചുളിച്ചെടുക്കുക. എന്നിട്ട് ഇപ്പോൾ ബ്ലൂവിൽ ഞാൻ വൈറ്റാണ് ഭംഗി ഉണ്ടാവുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ പെയിൻറ്റ് കഴിയാറായിട്ടിരിക്കുകയാണ്. അതിൽ നിന്ന് കുറച്ചിങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ മേലെ ഇതുപോലെ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക. അധികമായിട്ട് തേച്ച് കൊടുക്കരുത്, അവിടെ ആയിട്ട് ഇങ്ങനെ ബ്രഷ് കൊണ്ട് തേച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഡയറക്റ്റ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബോട്ടിൽ ചെയ്താൽ ഇതുപോലെ ഇരിക്കും, ഭയങ്കര കട്ടയായിട്ടിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഏതെങ്കിലും പേപ്പറിലേക്ക് 2 തവണ ഒന്ന് കുത്തിയതിന് ശേഷം നമ്മുടെ ബോട്ടിലേക്ക്, നമ്മൾ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബോട്ടിലേക്ക് ഇതുപോലെ ചുമ്മാ അതുപോലെ ഇങ്ങനെ കുത്തി ഇങ്ങനെ കൊടുക്കുക. ആഹാ, എന്തൊരു ഭംഗിയായിട്ട് വരുന്നു അല്ലേ. നല്ല സൂപ്പറായിട്ടുള്ള മാർബിൾ ഡിസൈനായിട്ട് വരുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് ഇതാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാം, പെട്ടെന്ന് ചെയ്യാം, ആർക്കും ചെയ്യാം. അങ്ങനെ നമ്മുടെ ഈ വാട്ടർ ബോട്ടിലിൽ നല്ല ഭംഗിയായിട്ട് നമ്മൾ മാർബിൾ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഓരോ ബോട്ടിൽസായിട്ട് നമ്മൾ എടുത്ത് ചെയ്യാൻ പോവാണ്. നമ്മൾ കൊടുത്തിരിക്കുന്ന എല്ലാം ഡാർക്ക് ഷെയ്ഡായ കാരണം, ഡാർക്ക് കളേഴ്സ് ആയ കാരണം അതിൽ വൈറ്റാണ് കൂടുതൽ ഭംഗി ഉണ്ടാവുക. നമുക്ക് യെല്ലോ ചെയ്യാം, ഓറഞ്ചൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ വൈറ്റാണ് കൂടുതൽ ഭംഗിയായിട്ട് വന്നത്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള ബോട്ടിൽസ് ഓരോന്നായിട്ട് ഓരോരോ കളേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. ഗ്രീനിലിപ്പോൾ ഓറഞ്ച് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പേപ്പറിൽ കുത്തിയതിന് ശേഷം 2 തവണ കുത്തിയതിന് ശേഷം ബോട്ടിലേക്ക് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ ഗ്രീനിൽ ഓറഞ്ച് മാത്രമായിപ്പോൾ എനിക്ക് എന്തോ ഒരു ഭംഗി കുറവ് തോന്നി, ഒരു അട്രാക്ഷൻ ഇല്ലാത്തവണ്ണം തോന്നി, എടുപ്പില്ല. അപ്പോൾ ഒരു യെല്ലോ ഡിസൈനും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റെഡിൽ ബ്ലാക്ക് ചെയ്തെടുത്താൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ബ്ലാക്ക് കാലിയായി, ഡ്രൈ ആയി, ഇത്തിരി ഉണ്ടായിരുന്ന ഡ്രൈ ആയി. അപ്പോൾ പിന്നെ ഞാൻ വൈറ്റ് തന്നെ ചെയ്തെടുത്തു. ബ്ലാക്ക് ആയിരുന്നെങ്കിൽ പൊളിച്ചാൽ. അവസാനമായിട്ട് നമ്മൾ ബ്രൗണിൽ യെല്ലോ ഡിസൈനും കൂടി ചെയ്തെടുക്കുകയാണ് കേട്ടോ. യെല്ലോയും പിന്നെ വൈറ്റും കൂടി ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ എല്ലാ ബോട്ടിൽസും ഭയങ്കര ഡാർക്ക് കളേഴ്സായില്ലേ. യെല്ലോയും അതുപോലെ വൈറ്റ് ബോട്ടിലൊക്കെ ആക്കി അതിൽ ബ്ലാക്കോ ബ്ലൂവോ ഡിസൈനും കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും കേട്ടോ. ഇനി നമ്മൾ അവസാനത്തെ പണി എന്ന് പറയുന്നത് ഈ ബോട്ടിൽസ് എല്ലാം നമ്മൾ വാർണിഷ് അടിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ബോട്ടിൽ വാർണിഷ് അടിച്ചിട്ട് നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രം അതുമ്മ ടച്ച് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ കൈൻ്റെ പാട് വരും. അപ്പോൾ എല്ലാ കുട്ടീസിനും ഇഷ്ടപ്പെട്ടല്ലോ. എല്ലാ കുട്ടീസും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും പുതിയ ഐഡിയ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ നിങ്ങളോട് ബായ് പറഞ്ഞു പോകുന്നു നിങ്ങളുടെ സ്വന്തം ശ്രുതി മകേഷ്.